ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ. ഭഗവത്ഗീത ശ്ലോകസഹിതം പറഞ്ഞു തരുമോ എന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഭഗവത്ഗീത പറയാമെന്ന്. ഇപ്പം എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയക്കുറവുള്ളതുകൊണ്ട് പലപ്പോഴും പറഞ്ഞു പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റാറില്ല. ചില സമയത്ത് ഗ്യാപ്പ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് സ്ട്രീം ചെയ്ത് ഇടാണ് കേട്ടോ വീഡിയോസ്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലാണ് ഭഗവത്ഗീത കേൾക്കാനായിട്ട് സാധിക്കുക. 3 മണിക്കാണ് ഞാൻ സ്ട്രീം ചെയ്ത് വച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് 3 മണിക്ക് ഭഗവത്ഗീത നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവും. ഭഗവത്ഗീത പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ആ ഒരു കഥകളൊക്കെ കേൾക്കാം. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഭഗവത്ഗീത. അത്രമേൽ മഹത്വമുള്ള പുസ്തകമാണ്. ഭഗവാന്റെ സ്വരൂപമാണ്. ഭഗവാൻ വസിക്കണത് ഭഗവത്ഗീതയിലാണെന്ന് തന്നെ ഭഗവത്ഗീത മഹാത്മ്യം പറയുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഏത് ഭഗവാനെ ധ്യാനിച്ചാലും ഏത് ഭഗവാനെ പ്രാർത്ഥിച്ചാലും ജീവിതത്തിലേക്കുള്ള ഒരു ഏറ്റവും മഹത്തായിട്ടുള്ള ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഞാനും ഭഗവത്ഗീതയും തമ്മിലുള്ള ബന്ധം 2002 ആരംഭിക്കുന്നത്. 2002 കുഞ്ഞി ഒരു പോക്കറ്റ് ഡയറി പോലത്തെ ഭഗവത്ഗീത എൻ്റെ കയ്യിൽ കിട്ടണത്. അതിനു മുന്നേ ധാരാളം ഭഗവത്ഗീത ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും വലിപ്പം കൊണ്ട് ആ പുസ്തകം ഞാൻ എൻ്റെ കയ്യിൽ എടുക്കാറില്ല. അപ്പോൾ പോക്കറ്റ് ഡയറി പോലത്തെ ചെറിയ ലളിത വ്യാഖ്യാന സഹിതമുള്ള ചെറിയൊരു പുസ്തകം എനിക്ക് കിട്ടിയത് 2002 അന്ന് മുതൽ ഇന്ന് വരയ്ക്കും ഞാൻ എവിടെ പോയാലും ഈ ഒരു പുസ്തകം ഞാൻ കൊണ്ട് നടക്കാറുണ്ട്. ഈ ഒരു പുസ്തകവും ജപമാലയും അതുപോലെ കൃഷ്ണൻ്റെ ഒരു രൂപവും ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നതാണ്. ഏത് സ്ഥലത്ത് പോയാലും എവിടെ കിടന്നുറങ്ങിയാലും എൻ്റെ തലോണയുടെ അടിയിൽ ഈ ഭഗവത്ഗീതയും ഈ ഭഗവാന്റെ ഈ ഒരു രൂപവും അതുപോലെ തന്നെ ഒരു ജപമാലയും ഞാൻ കൊണ്ടുപോകും. ജീവിതത്തിൽ എന്ത് നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോഴും ഭഗവത്ഗീത തുറന്ന് ധ്യാനിച്ചുകൊണ്ട് തുറന്ന് അതിലുള്ള വരികളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് എടുക്കാറുള്ളത്. പല സന്ദർഭങ്ങൾ വരുമ്പോഴും പല സംശയങ്ങൾ വരുമ്പോഴും ഭഗവത്ഗീതയെ ആശ്രയിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതും മുന്നോട്ട് പോയിട്ടുള്ളതും ഒക്കെ. അപ്പോൾ ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഭഗവത്ഗീത. ഇതിലെ ഓരോ ശ്ലോകങ്ങളും മനസ്സിൽ പതിഞ്ഞവയാണ്. ഓരോരുത്തരുടെ മനസ്സിലും ഈ ശ്ലോകം പതിയാൻ സഹായിക്കട്ടെ. അതുകൊണ്ട് തന്നെ വ്യാഖ്യാനവും സംഗ്രഹവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ ശ്ലോകങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഇതിലെന്തെങ്കിലും അപൂർണതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. അപ്പോൾ ഞാനും ഭഗവത്ഗീതയും തമ്മിലുള്ള ബന്ധം ധാരാളം പറയാനുണ്ട്. അത് മറ്റൊരവസരത്തിൽ ഭഗവത്ഗീത പൂർണ്ണമായിട്ടും പറഞ്ഞ് തീർത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഭഗവത്ഗീത എന്ന ഈ ഒരു പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ജീവിതത്തിൽ പല ദുഃഖങ്ങളും വന്നുകൊണ്ടിരിക്കും അല്ലേ. നമ്മളൊക്കെ കർമ്മഫലങ്ങളുടെ ബാക്കി പത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ട് പല സുഖങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനോടൊക്കെ ഒരു വിരക്തി നേടിക്കൊണ്ട് ഭഗവാനിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ജ്ഞാനം ഉണ്ടാവുക. ജ്ഞാനമാണ് നമുക്ക് ആനന്ദം നൽകുക. പണ്ട് കാലങ്ങളിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഭാരതത്തിൽ. അതായത് 5 ഖാദികളെ പൂജിച്ചു പോന്നിരുന്നു പണ്ട് ഭാരതീയർ. ഈ 5 ഖാദികൾ എന്ന് പറയുന്നത് ഗംഗ, ഗായത്രി, ഗീത, ഗോമാതാവ്, ഗോവിന്ദൻ. കാലം കുറേ മുന്നോട്ട് പോയി. എന്തുകൊണ്ടാണെന്നറിയില്ല, പല ഭരണാധികാരികൾ വന്നു, പല സംസ്കാരങ്ങളിൽ ഇടകലർന്നു പോയി, പല പല മാറ്റങ്ങൾ വന്നു. പരിണാമം വന്നുകൊണ്ടേയിരിക്കും. സമൂഹത്തിനാണെങ്കിലും മനുഷ്യനാണെങ്കിലും അതാണല്ലോ പ്രകൃതി നിയമം. അപ്പോൾ അങ്ങനെ പരിണാമങ്ങൾ വന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് നമ്മുടെ ജീവിതം കൂടുതൽ സംഘർഷപൂർണ്ണമായി തീർന്നു. അങ്ങനെ ജീവിതം സംഘർഷപൂർണ്ണമായി തീർന്നു. ജീവിതത്തിന്റെ ഭാരം വലിച്ചു നടക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണെന്നറിയില്ല ഈ 5 ഖാദികളെയും അകറ്റി നിർത്താനായിട്ട് തുടങ്ങി. മഹാഭാരതം എന്ന മഹത്തായിട്ടുള്ള ഇതിഹാസത്തിന്റെ ഒരു ഭാഗമാണ് ശ്രീമദ് ഭാഗവതം. 18 പർവ്വങ്ങളാണ് മഹാഭാരതത്തിനുള്ളത്. അതുപോലെ 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീതയ്ക്കുള്ളത്. പണ്ട് കാലങ്ങളിലൊക്കെ ഭഗവത്ഗീതയാണെങ്കിലും അതുപോലെ മഹാഭാരതമാണെങ്കിലും രാമായണമാണെങ്കിലും ഒക്കെ വീട്ടിൽ മുത്തശ്ശിമാർ വായിക്കും. ഈ മഹാഭാരതവും രാമായണവും ഒക്കെ ഇതിഹാസങ്ങളാണ്, നടന്ന കഥകളാണ്, അതായത് ഹിസ്റ്ററിയാണ്. മഹാഭാരതവും രാമായണവും ഒക്കെ മനഃപ്പാഠമാക്കിയ ഒരാൾക്ക് ജീവിതത്തിലെ പല സിറ്റുവേഷൻസിനെയും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. പലപ്പോഴും ഈ രാമായണവും മഹാഭാരതവും ഒക്കെ പറയുന്ന സമയത്ത് പലരും പറയാറുണ്ട്, ഇതിൽ പലതും അന്ധവിശ്വാസങ്ങളല്ലേ, ഇവയൊന്നും നടന്നതല്ലല്ലോ. ഈ നടന്ന കഥകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും ഇവയൊക്കെ നടന്ന കഥകളാണെന്ന് വിശ്വസിക്കാൻ മടിയുള്ള ആളുകളുണ്ട്.
അല്ലെങ്കിൽ അതിനെ സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ദോഷമുണ്ടാവുമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇതെല്ലാം കെട്ടുകഥകളായിട്ടും ഹിന്ദുക്കളുടെ അന്ധവിശ്വാസങ്ങളായിട്ടും ഒക്കെ പറഞ്ഞു വരുത്തണത്. അങ്ങനെ ഹിന്ദുക്കളുടെ അന്ധവിശ്വാസം എന്നുള്ളൊരു മുഖമുദ്രയ്ക്ക് പിന്നിൽ മറഞ്ഞു പോയിട്ടുള്ള കുറേ ആചാരങ്ങളുണ്ട്. ചില അന്ധവിശ്വാസങ്ങൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ചിട്ടുണ്ട്. ഉദാഹരണം പറയട്ടെ, രാമായണ മാസാചരണം തുടങ്ങിയ സമയം മുതൽ എല്ലാ വീടുകളിലും ഇന്ന് ഏകദേശം പലരും രാമായണം വായിക്കുന്നത് കേൾക്കാം. പല അമ്പലങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. അമ്പലങ്ങളിലും കർക്കിടക മാസത്തിലെ രാമായണം പാരായണം ചെയ്തു പോരാറുണ്ട്. അപ്പോൾ രാമായണ മാസത്തിൽ രാമായണം ചൊല്ലി പോരുമ്പോൾ ചില ആൾക്കാർ പറയും, രാമായണത്തിൽ യുദ്ധകാന്ഡം വായിക്കരുത്. യുദ്ധകാന്ഡം വായിച്ച വീട്ടിൽ യുദ്ധം ഉണ്ടാവും. ചില വീടുകളിൽ ചിലർ വായിക്കുമ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ഉത്തരകാന്ഡം വായിക്കരുത്. ഉത്തരകാണ്ഡത്തിലാണ് സീതയെ ഉപേക്ഷിക്കണത്. അതുകൊണ്ട് ദുഃഖം ഒഴിഞ്ഞിട്ടുള്ള നേരം ഉണ്ടാവില്ല. ഉത്തരകാണ്ഡം വായിക്കരുതെന്ന്. ചില ആളുകൾ പറയും, സന്ധ്യയ്ക്ക് രാമായണം വായിക്കരുതെന്ന്. അതെന്താ സന്ധ്യയ്ക്ക് രാമായണം വായിച്ചു കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് ഹനുമാൻ ഉണ്ടാവില്ല. ഹനുമാൻ പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ആ നേരത്തെ രാമായണം വായിക്കരുതെന്ന്. നോക്കൂ, പിന്നെ എപ്പോഴാണ് രാമായണം വായിക്കുക? രാവിലെ നേരമില്ല. എല്ലാവർക്കും ജോലിക്ക് പോകണം. അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യണം അല്ലേ? സ്കൂളിൽ പോകണം, ജോലിക്ക് പോകണം, വീട്ടുജോലികളുണ്ടാവും. പലർക്കും പല തിരക്കുകളുണ്ടാവും രാവിലെ. അപ്പോൾ പുലർക്കാലത്തുള്ള വായന നടക്കില്ല. പിന്നെ സന്ധ്യയ്ക്കും വായിക്കാൻ പാടില്ല. പിന്നെ എപ്പോഴാണ് ഈ രാമായണം വായിക്കുക? നട്ടുച്ചയ്ക്ക്. നട്ടുച്ചയ്ക്ക് രാമായണം വായിച്ചാൽ വല്ലതും മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ ചില വിശ്വാസങ്ങളെ നശിപ്പിക്കാൻ മനഃപൂർവ്വമായി മെനഞ്ഞെടുത്തിട്ടുള്ള ചില അന്ധവിശ്വാസങ്ങളും നമുക്കിടയിലുണ്ടെന്ന് തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ്. രാമായണം സന്ധ്യയ്ക്ക് വായിക്കാം. ഹനുമാൻ എവിടെ പോകണമൊന്നുമില്ല. ചിലർ പറഞ്ഞേക്കാറുണ്ട്, ഹനുമാൻ രാമായണം വായിക്കുകയാണ്. അപ്പം അതുകൊണ്ട് മറ്റുള്ളവർ രാമായണം വായിക്കരുത്. അത് ഹനുമാന് ഇഷ്ടമല്ല. അത് ഭഗവാന് ഇഷ്ടമല്ല. അങ്ങനെയുണ്ടോ? ഹനുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ വലിയ ഭക്തനാണ്. അല്ലാണ്ട് സാധാരണ മനുഷ്യരെ പോലെയുള്ള ഭക്തിയല്ല. ചില ആളുകൾ കണ്ടിട്ടില്ലേ, എനിക്ക് വലിയ ഭക്തി ഉണ്ടെന്ന് നോക്കാനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും 2 ബന്ധുക്കൾ തമ്മിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോയി. 2 സ്ത്രീകളാണ്. ഗുരുവായൂർ അമ്പലത്തിൽ പോയി ക്യൂ നിന്നു. നേരെ ഭഗവാന്റെ മുന്നിലെത്തി. അല്പസമയം മാത്രമാണ് ഭഗവാന്റെ വിഗ്രഹം ഒന്ന് കണ്ടു തൊഴാനുള്ള നേരം ഉണ്ടാവുള്ളൂ. ആ ഒരു മാത്രയിൽ നമ്മൾ ഭഗവാനെ കണ്ടാൽ കണ്ടു. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ മാറിക്കൊടുക്കണം അല്ലേ? നമ്മളെപ്പോലെ ലക്ഷക്കണക്കിന് ആളുകളാണ് പിന്നിൽ ക്യൂ നിൽക്കുന്നത് ഭഗവാനെ ഒന്ന് കാണാനായിട്ട്. അപ്പോൾ ഈ ബന്ധുജനങ്ങളിൽ ഒരു സ്ത്രീ ഭഗവാനെ കണ്ട മാത്രയില്ല കണ്ണ് നിറഞ്ഞു പോയി. കൂടെ നിന്ന ബന്ധു ഭഗവാനെ നോക്കണ്ടതിന് പകരം ഇവരെ നോക്കുകയാണ്. ഇവര് കരയുന്നത് കണ്ടപ്പോൾ വിങ്ങി പൊട്ടി കരയാൻ ശ്രമിക്കുന്ന ഒരു ബന്ധുവിന്റെ മുഖം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് കേട്ടോ. ഇവരെ നോക്കി ഇവർ കരയുന്നത് പോലെ കരയാൻ ശ്രമിച്ചുകൊണ്ട് വിങ്ങിപ്പൊട്ടി മുഖം കൊണ്ട് ചേഷ്ട കാണിച്ച് എന്ന കരച്ചിൽ വരണമില്ല. ഹൃദയം കൊണ്ട് ഭഗവാനെ വിളിക്കുമ്പോൾ വരുന്ന ധാര ഒരിക്കലും അഭിനയിച്ചാൽ നമുക്ക് വരില്ലല്ലോ. അപ്പോൾ മുഖം കൊണ്ട് കോഷ്ഠികൾ കാണിച്ച് ചേഷ്ട കാണിച്ച് കരയുന്നതായി വരുത്തിക്കൊണ്ട് ബന്ധുവിനെ നോക്കി നിന്നപ്പോൾ തൊട്ടു മുന്നിൽ നിൽക്കണ ഭഗവാനെ ഒരു നോക്ക് കാണാൻ അവർ മറന്നുപോയി. കുന്നും തള്ളും വന്നു. മുന്നിൽ നിൽക്കുന്നവർ അവരോട് മാറാൻ പറഞ്ഞു. അവർ മാറിപ്പോയി. അവര് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഇത്രയും നേരം ക്യൂ നിന്നത് ബന്ധു കാണിച്ച ഭക്തിയെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ക്ലോൺ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. അതല്ലാണ്ട് അവർക്കുള്ളിൽ ഭഗവാനോട് ഭക്തി ഉണ്ടായിരുന്നോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭഗവാനോട് യഥാർത്ഥ ഭക്തി ഉണ്ടായിരുന്നെങ്കിൽ ഭഗവാനെയല്ലേ കാണുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഭക്തിയൊന്നുമല്ല ഹനുമാന്റെ ഭക്തി. ഹനുമാൻ ആരെയും നോക്കിയിട്ട് അപ്പുറത്തെ ഉള്ളവർ നാമം ചൊല്ലുന്നുണ്ടോയെന്നാൽ ഞാൻ നാമം ചൊല്ലാം, ഇപ്പുറത്തുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാൽ ഞാൻ പ്രാർത്ഥിക്കാം എന്നൊന്നുമുള്ള ഭക്തിയല്ല ഹനുമാന്റെ ഭക്തി. ഹനുമാന് അടിയുറച്ച വിശ്വാസമാണ് ഭഗവാനിൽ. അടിയുറച്ച ഭക്തിയാണ്. ആ ഭക്തിയിൽ മറ്റു പലരും രാമായണം വായിക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ ഈശ്വരനെ മറ്റുള്ളവർ പാടി പുകഴ്ത്തണോ മറ്റുള്ളവരും പ്രാർത്ഥിക്കണമെന്ന് കേൾക്കുമ്പോൾ ആ ഹനുമാൻ സ്വാമിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചൊല്ലുന്ന നാമം ഞാൻ ചൊല്ലുന്ന സമയത്ത് നീ ചൊല്ലിയത് എന്തിനാണെന്ന് ചോദിക്കാൻ മാത്രമല്ല. അങ്ങനത്തെ ഒരു ഭക്തിയല്ല ഹനുമാൻ സ്വാമിയുടെ ഭക്തി. അഷ്ടൈശ്വര്യങ്ങളും അഷ്ടസിദ്ധിയുള്ള ആളാണ്. അദ്ദേഹത്തെ പോലെ പരമഭക്തനായിട്ടുള്ള വ്യക്തിക്ക് ആരോട് അസൂയ തോന്നാനാണ്? ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ മനഃപൂർവ്വമാണ് പടർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പഠിക്കണം. കിട്ടുന്ന സമയത്ത് പഠിക്കണം. സന്ധ്യാസമയത്ത് ശുദ്ധമായി വന്നിരുന്ന് രാമായണം വായിക്കണം. രാമായണത്തിലെ അർത്ഥം മനസ്സിലാക്കണം. കഥ മനസ്സിലാക്കണം. ഇവിടെ ഭഗവത്ഗീതയിൽ 1-ാം അധ്യായം എന്ന് പറയുന്നത് പല വ്യാഖ്യാനങ്ങളിലും 1-ാം അധ്യായം പറഞ്ഞു കേൾക്കാറില്ല. 2-ാം അധ്യായം മുതലാണല്ലോ ഭഗവാന്റെ ഗീത ആരംഭിക്കുന്നത്. അപ്പോൾ 2-ാം അധ്യായം മുതലുള്ള വ്യാഖ്യാനങ്ങളുള്ള പുസ്തകങ്ങളും ഉണ്ട്. ചില പുസ്തകങ്ങളിൽ 1-ാം അധ്യായവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1-ാം അധ്യായവും ചേർത്താണ് പറയുന്നത്. 1-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. അർജുന വിഷാദ യോഗമാണ് 1-ാം അധ്യായം.
അർജുനൻ അങ്ങോട്ട് സങ്കടം വന്നു പോയി. ഞാൻ യുദ്ധം ചെയ്യണില്ല, ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവൻ താഴെ വീണ് പോവും, കൃഷ്ണ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു ഭാഗം. ഒരു രാജാവ് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിട്ട് ഇങ്ങനെ നിലവിളിക്കണത് ശരിയാണോ എന്നൊരു ചോദ്യമുണ്ട്. ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യായം തീർച്ചയായിട്ടും വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം എന്ന് ഞാൻ പറയാനുള്ള കാരണം. സാധാരണ മഹാഭാരതം പറഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മഹാഭാരതത്തിൽ പറഞ്ഞതേ സംഭവിച്ചിട്ടുള്ളൂ, മഹാഭാരതത്തിൽ പറഞ്ഞതേ ഇനി സംഭവിക്കുള്ളൂ, മഹാഭാരതത്തിൽ പറയാത്തതൊന്നും ഇനി ഈ ലോകത്ത് സംഭവിക്കില്ല, സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യാസൻ പറഞ്ഞത് മാത്രമേ സംഭവിക്കുള്ളൂ, സംഭവിച്ചിട്ടുള്ളൂ. വ്യാസൻ പറയാത്തതൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു ശ്ലോകം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് മഹാഭാരതത്തിൻ്റെ പ്രാധാന്യം. കാരണം നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ജീവിതം പോലും മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഭാരതീയ ദർശനത്തിൽ പരമപ്രധാനമുള്ള ഒരു വേദാന്തമാണ് അദ്വൈത സിദ്ധാന്തം അല്ലെങ്കിൽ അദ്വൈത വേദാന്തം. രണ്ടില്ല ഒന്നെന്നാണ്. ഇപ്പോൾ ശബരിമലയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും അല്ലേ, അവിടെ വലിയ ബോർഡുണ്ട്, തത്വമസി, ഞാൻ നീയാവണു, തത്വം അസി. രണ്ടില്ല അവിടെ, ഒന്നേ ഉള്ളൂ. ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ഇല്ല, ഭഗവാനും ഭക്തനും ഇല്ല, എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ഒന്നാണ്, എല്ലാം ഏകമാണെന്നുള്ള ആ ഒരു ചിന്തയാണ്, അഹം ബ്രഹ്മാസ്മിൻ എന്ന ആ ഒരു ചിന്തയാണ് അദ്വൈത വേദാന്തം. ആ ദ്വൈത വേദാന്തം, ദ്വൈ എന്നതില്ല, രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അപ്പം ആ ഒരു അദ്വൈത വേദാന്തത്തിൻ്റെ ഒന്നും കൂടി അടിയുറപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്വൈത വേദാന്തത്തിൻ്റെ ബേസിക് ബുക്കാണ് എന്നൊക്കെ നമുക്ക് ഭഗവത്ഗീതയെ വിളിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീത പഠിച്ചിരിക്കണം, നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം, നിങ്ങളുടെ വീട്ടിലെല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് പറയണത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഭഗവത്ഗീത ക്ലാസ് കേൾക്കുക, ഭഗവത്ഗീത മനസ്സിലാക്കുക, ഭഗവത്ഗീത അർത്ഥം മനസ്സിലാക്കുക, ജീവിതത്തിൽ ഉപകരിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയും കൂടി വേണം. അതുകൊണ്ട് ഇന്ന് ചെറിയൊരു ആമുഖമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യ ഭാഗം എന്ന് പറയുന്നത് അർജുന വിഷാദ യോഗമാണ്. അർജുനൻ ആകെ വിഷമത്തിലാണ്. മഹാഭാരത കഥകൾ കൂടി നിങ്ങൾ കേൾക്കണം കേട്ടോ. ഞാൻ മഹാഭാരത കഥകൾ പറയുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ മഹാഭാരതത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗമാണല്ലോ ഭഗവത്ഗീത. കോറിലേറ്റ് ചെയ്യാൻ എളുപ്പത്തിനാണ് മഹാഭാരതം കൂടി കേൾക്കണം എന്ന് പറയുന്നത്. നമ്മുടെ അർജുനാദി പാണ്ഡവന്മാരും നമ്മുടെ കൗരവന്മാർ, ദുര്യോധനാദി കൗരവന്മാരും തമ്മിൽ ഒരു ചൂതുകളി ഉണ്ടായിരുന്നു. അറിയാൻ പാടില്ലാത്ത കാര്യം ചെയ്യണത് വലിയ അബദ്ധമാണ്. നമ്മൾ ആരും കാണിക്കാൻ പോകരുത്, എനിക്കെല്ലാം അറിയാം എന്നുള്ളത് കാണിക്കാൻ നിൽക്കരുത്. ഈ വിദ്വാൻമാരൊക്കെ ഇല്ലേ, ഈ വലിയ കഴിവുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ എനിക്കിതറിയാം, എനിക്കതറിയാം, ഞാനത് ചെയ്യും, ഞാനിത് ചെയ്യും എന്ന് പറയില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശകുനി വളരെ വിദഗ്ധമായിട്ട് ചൂത് കളിക്കുന്ന ഒരാളാണ്. ചൂതുകളി എക്സ്പേർട്ടാണ്. നമ്മുടെ ഇന്നത്തെ ചെസ്സ് കളിയൊക്കെ പോലെ അന്ന് ചൂതുകളി ഭയങ്കര പ്രാധാന്യമായിരുന്നു രാജാക്കന്മാർക്കിടയിൽ. പക്ഷേ ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിന് കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഈ രാജാക്കന്മാരെ ചൂത് കളിക്കണ അത്രയും നല്ലതല്ല എന്ന് പറയും സാധാരണ. ഇവിടെ ശകുനിമാമ നല്ലോണം ചൂത് കളിക്കും. അപ്പോൾ ദുര്യോധനന് ധൈര്യം എന്ന് പറയുന്ന ശകുനിമാമയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ദ്രപ്രസ്ഥമൊക്കെ നിർമ്മിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഭൂമിയിൽ യുധിഷ്ഠിരൻ ഭരിക്കണു. ഭീമൻ, അർജുനൻ, നകുല സഹദേവന്മാര്, അവരുടെ പത്നിയായിട്ടുള്ള ദ്രൗപദി പട്ടമഹിഷിയായിട്ട് ഇരിക്കണു. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ദുര്യോധനൻ്റെ ഐഡിയ വരണത്. അങ്ങനെയാണല്ലോ അവിടെ ചൂതുകളി നടക്കാൻ വിളിക്കുന്നത്. അങ്ങനെ ചൂതുകളി നടത്താൻ വിളിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ ഈ കളിക്ക് ഞാനില്ല എന്ന് പറഞ്ഞു ഒഴിയേണ്ടതിലും പകരം, അറിയാൻ പാടില്ലാത്ത കളിയാണെങ്കിലും ഇതിൽ എനിക്ക് നല്ല വശമുണ്ട് എന്നുള്ള ഭാവത്തിലിരുന്നു യുധിഷ്ഠിരൻ. അങ്ങനെയാണ് ചൂതുകളി ആരംഭിക്കുന്നത്. ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ ദുര്യോധനൻ ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് പകരം എൻ്റെ അമ്മാവൻ കളിക്കുന്നുള്ളത്. അങ്ങനെയാണ് ദുര്യോധനന് പകരം ശകുനി കളിക്കുന്നത്. അതേ സമയത്ത് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ യുധിഷ്ഠിരന് പറയായിരുന്നു എനിക്ക് പകരം കൃഷ്ണൻ കളിക്കുന്നുള്ളത്. പക്ഷെ അത് പറയാനുള്ള ബുദ്ധി ആ സമയത്ത് യുധിഷ്ഠിരന് ഉണ്ടായിരുന്നില്ല. യുധിഷ്ഠിരൻ ചിന്തിച്ചത് എന്താണ്, ഞാൻ ഭയങ്കര സംഭവമാണ്, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും, ഞാൻ അങ്ങോട്ട് കളിക്കാം എന്നാണ്. അങ്ങനെ കളിച്ചാണ് ഇന്ദ്രപ്രസ്ഥം പണയം വെച്ചത്, സഹോദരന്മാരെ പണയം വെച്ചത്, സ്വയം പണയപ്പെടുത്തിയത്, സ്വയം പണയപ്പെട്ട ശേഷം പത്നിയെ പണയം വെച്ചത്.
ഇപ്പൊ ഇതിനൊക്കെ പരിണാമ ഫലായിട്ട് ദ്രൗപദി എന്ന് പറയുന്ന രജസ്വലയായിരിക്കുന്ന സ്ത്രീ ഒറ്റ വസ്ത്രം ഉടുത്ത് മാറിയിരിക്കുകയാണ് മുറിയിൽ. ആ സമയത്താണ് ദ്രൗപദിയെ ദുശ്ശാസനൻ വലിച്ച് പറിച്ച് എവിടേക്ക് കൊണ്ടുവരുന്നത്? ഈ ഒരു സഭയിലേക്ക് കൊണ്ടുവരുന്നത്. തുടർന്ന് വസ്ത്രാക്ഷേപം ഉണ്ടാവണു. ഭഗവാൻ മാത്രമാണ് രക്ഷിക്കാൻ ദ്രൗപദിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഭക്തവാത്സല്യത്തിന്റെ ഒരു രൂപം ഭഗവാൻ അവിടെ തുറന്നു കാണിക്കുന്നുണ്ട്. അവിടെ വെച്ച് ഭീമൻ 2 പ്രതിജ്ഞ എടുക്കുന്നു. പത്നിയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഭീമനായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഭീമൻ 2 പ്രതിജ്ഞ എടുക്കുന്നുണ്ട് ദ്രൗപദിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, വനവാസമൊക്കെ കഴിഞ്ഞു, അജ്ഞാതവാസമൊക്കെ കഴിഞ്ഞു. അവിടേക്ക് എത്തുകയാണ് നമ്മുടെ കൃഷ്ണൻ. യുദ്ധം തുടങ്ങണമല്ലോ. അപ്പൊ അതിന് മുന്നേ ദൂതൊക്കെ പോകണ്ടേ. യുധിഷ്ഠിരാദികൾ പറയും, സഹോദരനെ കൊന്നിട്ടൊന്നും നേടണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട, യുദ്ധം വേണ്ട പറയും. ആ സമയത്ത് കൃഷ്ണയുടെ അടുത്ത് ചോദിക്കും, കൃഷ്ണേ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും കൃഷ്ണൻ. കൃഷ്ണയാണെങ്കിൽ അന്ന് ശപഥം ചെയ്തിട്ട് മുടി അഴിച്ചിട്ടിരിക്കുകയാണ്. അന്നൊക്കെ നാട്ടിലെ വിധവകളാണ് മുടി അഴിച്ചിടുക. അതായത് വിധവയായിട്ടുള്ള ഒരു സ്ത്രീ മുടി കെട്ടിവെക്കില്ല. അപ്പോൾ ദ്രൗപദിയുടെ മുടിയെ വർണ്ണിക്കുന്നുണ്ട്. മഹാഭാരതത്തില് ദുശ്യാസനം മുടിക്ക് പിടിക്കുന്ന ആ ഒരു സമയത്ത് കൃഷ്ണമായിട്ടുള്ള കറുത്ത കറുകറാന്ന് കറുത്ത നല്ല ഉള്ളുള്ള മുടിയാണ് ദ്രൗപദിയുടെ. ആ മുടിയാണ് അങ്ങ് അഴിച്ചിട്ടിരിക്കുന്നത് ദ്രൗപദി. ദ്രൗപദി പറയും, കൃഷ്ണ ഞാനിപ്പോ യുദ്ധം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താക്കന്മാരെ എതിർക്കണേന് തുല്യമായി പോവും. അവര് ഒറ്റ വാക്കിൽ പറഞ്ഞു വേണ്ട യുദ്ധം വേണ്ട യുദ്ധം വേണ്ടാന്ന്. അതുകൊണ്ട് ഞാൻ യുദ്ധം വേണമെന്ന് പറയണില്ല. പക്ഷെ ഒന്നോർക്കൂ കൃഷ്ണ, അതാ എൻ്റെ മുടി കണ്ടോ, ഞാൻ ഇന്നും കെട്ടിയിട്ടില്ല എന്ന് പറയാണ് കൃഷ്ണൻ. അപ്പൊ പറയുന്നൊരു വാക്കുണ്ട്, ദ്രൗപദി നിന്റെ മുടി പ്രസവിക്കട്ടെ. എന്താ ഈ മുടി പ്രസവിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മയിൽപ്പീലിയൊക്കെ പുസ്തകത്തിന്റെ ഇടയിൽ വെക്കില്ലേ, ആകാശം കാണാണ്ടിരുന്ന മയിൽപ്പീലി പ്രസവിക്കും എന്ന് പറയും അല്ലേ. എന്താ അത് മുടി പ്രസവിക്കട്ടെ എന്ന് പറഞ്ഞത് എന്തിനാ? ഭഗവാൻ അത് പറഞ്ഞത് മറ്റൊന്നുമല്ല. പണ്ട് വിധവകളാണ് മുടിയഴിച്ചിടുക. നിന്റെ മുടി പ്രസവിക്കട്ടെ എന്ന് പറഞ്ഞത് ദുര്യോധനാദികളുടെ ഭാര്യമാര് വിധവകളാകട്ടെ എന്നുള്ള അർത്ഥമാണ്. ഭഗവാൻ അധികമൊന്നും പറഞ്ഞില്ല. ഒരൊറ്റ വാക്കിലാണ് ഭഗവാൻ അവസാനിപ്പിച്ചത്. അങ്ങനെ ഭഗവാൻ ദൂത് പോകുന്നു, കാലം പിന്നെയും പോകുന്നു, യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധം ആരംഭിച്ചപ്പോൾ 2 സൈന്യവും വന്ന് നിരന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ഒരു സ്ഥലത്ത് കൃഷ്ണനും പാണ്ഡവരും, മറുവശത്ത് കൗരവരും, ഭീഷ്മപിതാമഹനും കർണനും പിന്നെ ദ്രോണാചാര്യരും ഒക്കെ നിൽക്കണ്ട്. യുദ്ധം ആരംഭിക്കാൻ പോവാണ്. ഭീഷ്മപിതാമഹൻ ശംഖൂതി. നിങ്ങൾ തയ്യാറാണോ എന്നുള്ള ചോദ്യമാണ്. ഇപ്പുറത്തുനിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എടുത്തു. അർജുനൻ ദേവദത്ത എന്ന ശംഖെടുത്തു. 2 പേരും ഊതി. ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് മറുവിളി വന്നു. അപ്പൊ യുദ്ധം ചെയ്യാനായിട്ട് കുറച്ചൊന്നും ആളുകളല്ല കേട്ടോ, ലക്ഷക്കണക്കിനാണ്. ഞാൻ പറഞ്ഞില്ലേ, കാലാൾപ്പടയുണ്ട്, അശ്വത്തിന്റെ മുകളില്, ഗജത്തിന്റെ മുകളിലൊക്കെ ആളുകളാണ്. പിന്നെ തേരിൽ ആൾക്കാരുണ്ട്. അങ്ങനെ പലതരത്തിലാണ് യുദ്ധത്തെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് 2 ടീമിലും ഉള്ളത്. ഈ ശംഖ് മുഴക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ അർജുനൻ കൃഷ്ണന്റെ അടുത്ത് പറയും, ഹായ് കൃഷ്ണ, ആ രഥം ഒന്ന് ഓടിച്ചിട്ടേ ഈ യുദ്ധഭൂമിയുടെ നടുക്കൊന്ന് കൊണ്ട് നിർത്തിയേ, ഞാൻ അപ്പുറത്തുള്ള ആളുകളെയൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറയാണ്. ഇത്തിരി പുച്ഛത്തിലാണ് പറഞ്ഞത്. കൃഷ്ണനാണെങ്കിലോ, കൃഷ്ണൻ ഡ്രൈവറാണല്ലോ, തേരാളിയാണ് കൃഷ്ണനെ. അർജുനനാണ് യോദ്ധാവ്. അപ്പൊ അർജുനൻ പറഞ്ഞാൽ കൃഷ്ണൻ കേൾക്കണമല്ലോ. നമ്മൾ പറയില്ലേ, നമ്മൾ ഈ ടാക്സി ഒക്കെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും പോകുമ്പോൾ ഡ്രൈവറോട് പറയില്ലേ, ഇങ്ങോട്ട് പോട്ടെ, ആ ജംഗ്ഷൻ വരയ്ക്കും പോട്ടെ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇവിടെ അർജുനൻ. ആ സെന്റർ വരെ ഒന്ന് പോയിട്ടേ അവിടെ ഒന്ന് നിർത്തിയേ, നോക്കട്ടെ ഞാൻ ആരൊക്കെയാണ് നിൽക്കണേന്നുള്ളത്. കൃഷ്ണന് എവിടെ വേണമെങ്കിലും വണ്ടി കൊണ്ട് നിർത്താം. തേര് കൊണ്ടേ സെന്ററിൽ നിർത്തണമെന്നേ പറഞ്ഞുള്ളൂ. കൃഷ്ണൻ നേരെ കൊണ്ട് നിർത്തിയത് ദ്രോണാചാര്യരുടെയും ഭീഷ്മ പിതാമഹന്റെയും മുന്നിലാണ്. അവിടെ കൊണ്ട് തേര് നിർത്തിയപ്പോൾ അർജുനൻ ഒന്ന് നോക്കി, ആരോടൊക്കെയാണ് ഞാൻ യുദ്ധം ചെയ്യാൻ പോണതെന്ന്. ആ സമയത്താണ് അർജുനൻ കാണുന്നത്, ആരെ കാണുന്നത്, തൻ്റെ പ്രാവീണ്യം കുറഞ്ഞു പോകുമോ എന്നോർത്ത് മറ്റ് ശിഷ്യന്മാരെക്കാൾ കൂടുതൽ തന്നെ പഠിപ്പിച്ച, ഏകലവ്യന്റെ തള്ളവിരൽ പോലും ദക്ഷിണയായി ചോദിച്ച, തനിക്ക് വേണ്ടി എല്ലാ അസ്ത്രശസ്ത്ര വിദ്യകളും പഠിപ്പിച്ച തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അർജുനൻ. ദ്രോണാചാര്യര് അർജുനനെ വധിക്കാനും അർജുനന്റെ കയ്യാൽ മരണപ്പെടാനും തയ്യാറായി ദാ മുന്നിൽ നിൽക്കുന്നു. അടുത്ത മുഖത്തേക്ക് നോക്കി ഗംഗാദത്തൻ തൻ്റെ വംശത്തിന്റെ സിംഹാസനം കാക്കാൻ ഭീഷ്മപ്രതിജ്ഞയെടുത്ത ഭീഷ്മാചാര്യനായിട്ട്, ഗംഗാപുത്രൻ ഭീഷ്മാചാര്യര് വർഷങ്ങളായിട്ട്
തങ്ങളുടെ പിതാമഹന്റെ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട്, ആചാര്യന്റെ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ദുര്യോധനാദികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിൽക്കുകയാണ് ശത്രുപക്ഷത്ത്. അദ്ദേഹത്തെയാണ് യുദ്ധം ചെയ്ത് വധിക്കേണ്ടത്. അടുത്ത മുഖങ്ങളിലേക്ക് നോക്കി. വല്യച്ഛന്റെ പുത്രന്മാർ 100 പേര്, ഒരേ ഒരു സഹോദരിയുടെ ഭർത്താവ്, അമ്മാവന്മാര്, കേമമായിട്ടുള്ള ബന്ധുജനങ്ങൾ. ഇനി എന്താ പറയണ്ടേന്നുള്ളത് അർജുനന് അറിയില്ല. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ഗാണ്ഡീവൻ താഴെ വീഴും ട്ടോ. ഇപ്പൊ വീഴും ഗാണ്ഡീവൻ. എനിക്ക് യുദ്ധമൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരോടാണോ ഞാൻ യുദ്ധം ചെയ്യേണ്ടത് കൃഷ്ണ? അതൊന്നും സാധ്യമല്ല. നോക്കൂ നോക്കൂ, അതൊക്കെ എൻ്റെ ബന്ധുജനങ്ങൾ, എൻ്റെ അമ്മാവന്മാര്, എൻ്റെ സഹോദരന്മാര്. അയ്യോ, ഇവരുടെയൊക്കെ രക്തം പുരണ്ട എൻ്റെ കൈ കൊണ്ട് ഞാൻ എന്ത് നേടാനാണ് ഭഗവാനെ? അഥവാ ഞാൻ എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ ഈ കൈ കൊണ്ട്, ആ രക്തം പുരണ്ട ഈ കൈ കൊണ്ട് എനിക്ക് ഭക്ഷണം സേവിക്കാൻ സാധിക്കൂ? അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അർജുനന് കൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഭഗവത്ഗീത. അപ്പൊ അർജുനന്റെ വിഷാദയോഗമാണ് ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അർജുനൻ വിഷമിക്കുകയാണ് ബന്ധുമിത്രാദികളെ കണ്ടതുകൊണ്ട്. ഈ ദുഃഖവും അനുകമ്പയും കാരണം വശംവദനായിട്ട് തീർന്നു അർജുനൻ. അധീരനായിട്ട് മാറാണ്. ധീരയോദ്ധാവ് അർജുനൻ, ഗാണ്ഡീവധാരി അർജുനൻ, പാശുപതാസ്ത്രം കയ്യിലുള്ളവൻ, ഒരിക്കലും ഒഴിയാത്ത ആവനാഴി കൈവശമുള്ളവൻ, ധീരൻ, ഭഗവാൻ പരമേശ്വരനോട് പോലും യുദ്ധം ചെയ്തവൻ. അർജുനൻ രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് പാണ്ഡവര്. മറുവശത്ത് 3 പോരാളികളുണ്ടേ. കർണൻ, അർജുനന് വിദ്യ പഠിപ്പിച്ചു കൊടുത്ത ദ്രോണാചാര്യൻ, അർജുനന്റെ ഗുരുവായിട്ടുള്ള ദ്രോണറുടെയും ഗുരുവായിട്ടുള്ള പരശുരാമനിൽ നിന്ന് നേരിട്ട് വിദ്യ അഭ്യസിച്ചിട്ടുള്ള ഗംഗാപുത്രൻ ഭീഷ്മാചാര്യര്. ഇവര് 3 പേരോളം വരുമോ അർജുനൻ എന്ന് സംശയിച്ചേക്കാം. പക്ഷേ അർജുനൻ വിജയിക്കും എന്നുള്ളത് പാണ്ഡവരുടെ ഒരു വിശ്വാസമാണ്. ആ അർജുനനാണ് ഇവിടെ പറയുന്നത്, ഞാൻ അധീരനാവാണ് ഭഗവാനെ, എൻ്റെ മനസ്സ് പതറണു ഭഗവാനെ, യുദ്ധം ചെയ്യാനുള്ള നിശ്ചയം ഉപേക്ഷിക്കുകയാണെങ്കിൽ യുദ്ധം ചെയ്യണ്ട, എനിക്ക് ഒന്നും വേണ്ട എന്ന് പറയുകയാണ് അർജുനൻ. ആ ഒരു ഭാഗമാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ കാണാൻ പോണത്. 2-ാം അധ്യായം എന്ന് പറയുമ്പോൾ അത് സാഖ്യയോഗമാണ്. അവിടെ തൊട്ടാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ഓരോരോ കാര്യങ്ങൾ. അർജുനനെ ശിഷ്യൻ എന്ന നിലയിൽ ഭഗവാൻ ശ്രീ പൊന്നു ഗുരുവായൂരപ്പൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അർജുനൻ ഭഗവാനിൽ അഭയം പ്രാപിക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ നശ്വരമായിട്ടുള്ള ഭൗതിക ശരീരവും ശാശ്വതമായിട്ടുള്ള ആത്മാവും തമ്മിലുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം വിവരിച്ചുകൊണ്ട് തൻ്റെ ഉപദേശങ്ങൾ ആരംഭിക്കുന്നത് ഇവിടെയാണ്. പുനർജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭഗവത് പ്രീതിക്കായിട്ടുള്ള നിസ്വാർത്ഥ സേവനത്തിൻ്റെ സ്വഭാവം, ആത്മസാക്ഷാത്കാരം നേടിയ ഒരാളുടെ സവിശേഷതകൾ ഒക്കെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അടുത്ത അധ്യായത്തിൽ കർമ്മയോഗം വരുന്നത്. ഈ കർമ്മയോഗത്തിലാണ് ഈ ഭൗതിക ലോകത്തിൽ ഓരോരുത്തർക്കും ഏതെങ്കിലും ചില കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. 4 കർമ്മങ്ങൾക്ക് ഒരു വ്യക്തിയെ ഈ ലോകവുമായിട്ട് ബന്ധിപ്പിക്കുകയോ അതിൽ നിന്ന് വിമോചിപ്പിക്കുകയോ ചെയ്യാനാവും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഭഗവാൻ. ഭഗവത് പ്രീതിക്കായിട്ട് നിസ്വാർത്ഥമായിട്ട് എല്ലാ മോഹങ്ങളും ഉപേക്ഷിച്ചിട്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ചെയ്യണ കർമ്മത്തിൻ്റെ ഫലമൊന്നും ഇച്ഛിക്കാണ്ടിരിക്കുക. അങ്ങനെ ഭഗവാനിലേക്ക് അഭയം പ്രാപിക്കേണ്ട കർമ്മയോഗത്തെക്കുറിച്ചൊക്കെ ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. അടുത്തത് 4-ാം അധ്യായത്തിലാണ് ഭഗവാൻ ജ്ഞാന കർമ്മ സന്യാസ യോഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ആത്മാവിനെയും ദൈവത്തെയും അവർ തമ്മിലുള്ള ബന്ധത്തെയും അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ജ്ഞാനമൊക്കെ ഭഗവാൻ ഇവിടെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ള അറിവാണ് നമുക്ക് നിസ്വാർത്ഥമായിട്ടുള്ള ഭക്തി ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്. ഗീതയുടെ പൂർവ്വകാല ചരിത്രം പറയുന്നുണ്ട്. കാലാകാലങ്ങളിൽ ഭൗതിക ലോകത്തേക്കുള്ള തൻ്റെ ഭഗവാന്റെ അവതാരങ്ങളുടെ ഉദ്ദേശവും പ്രാധാന്യവും ഒക്കെ പറയുന്നുണ്ട് ഭഗവാൻ. എങ്ങനെയാണ് നമുക്കൊരു ഗുരുവിനെ വേണ്ടി വരും അല്ലേ? പലപ്പോഴും ഒരു ഗുരു വേണം നമുക്ക് പലതും പറഞ്ഞു തരാനായിട്ട്. ഒരു ആചാര്യൻ വേണം. അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള ഒരു ആചാര്യനെ സമീപിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് ഭഗവാൻ പറഞ്ഞു തരുന്നത് ഈ ഒരു അധ്യായത്തിലാണ്. അടുത്ത അധ്യായം എന്ന് പറയുന്നത് സന്യാസ യോഗമാണ്. എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് അകത്ത് ബലമൊന്നും ഇച്ഛിക്കാണ്ട് ഭഗവാനിലേക്ക് ആത്മസാക്ഷാത്കാരം നേടാനായിട്ട്, ശാന്തി ഉണ്ടാവാനായിട്ട്, വൈരാഗ്യം ഉണ്ടാവാനായിട്ട് ഒക്കെ ഭഗവാനെ പ്രാപിക്കേണ്ടത് അങ്ങനെയാണ് പരമാനന്ദം നേടേണ്ടതെന്നൊക്കെ ആണ് ഈ അധ്യായത്തിൽ പറയുന്നത്. പിന്നെ 6-ാം അധ്യായം, 6-ാം അധ്യായത്തിലാണ് ധ്യാനയോഗം ഭഗവാൻ പറയുന്നത്. അഷ്ടാംഗയോഗം പറയുന്നുണ്ട്. യാന്ത്രികമായിട്ടുള്ള ധ്യാന മുറയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണത്. അങ്ങനെ ഈ ഒരു ചര്യ ചെയ്യുമ്പോൾ നമുക്ക് സമാധിക്ക് തുല്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നാണ്. അങ്ങനെ പിന്നെ 7-ാം അധ്യായത്തിൽ ജ്ഞാന യോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വിജ്ഞാന യോഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ പരമതത്വം, അതായത് ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാത്തിൻ്റെയും പരമകാരണമായിട്ടുള്ള അല്ലെങ്കിൽ പരിപാലകനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. മഹാത്മാക്കള് ഭക്തി പുരസ്സരം അദ്ദേഹത്തെ ശരണം പ്രാപിക്കുന്ന കാര്യം പറയുന്നുണ്ട്.
അതേസമയം ദുർജനങ്ങൾ മറ്റു ഉപാസനകളിൽ പെട്ടുപോണു. അവരുടെ മനസ്സിങ്ങനെ ഓരോന്നിലും വ്യാപിച്ചിരിക്കണു. അവർക്ക് ഭഗവാനെ കാണാനോ ഭഗവാനെ അറിയാനോ ഭഗവാനെ പ്രാപിക്കാനോ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ വിജ്ഞാന യോഗത്തിലാണ് പറയുന്നത്. പിന്നെയാണ് 8-ാം അധ്യായം. 8-ാം അധ്യായത്തിൽ അക്ഷരബ്രഹ്മ യോഗാണ്. പരമപദപ്രാപ്തിക്കായിട്ടാണ് ആ ഒരു അധ്യായം ഉള്ളത്. അതായത് ജീവിതകാലം മുഴുവനും വിശേഷിച്ചിട്ട് മരണവേളയിൽ കൃഷ്ണ ഭഗവാനെ സ്മരിക്കുന്നത് വഴി നമുക്ക് എന്താ ഉണ്ടാവുക? ഒരു വ്യക്തിക്ക് ഭൗതിക ലോകത്തു നിന്നൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പരമപദത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമൊക്കെ അവിടെയാണ് പറഞ്ഞു തരുന്നത്. പിന്നെയാണ് 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നുള്ള യോഗമാണ്. അതിൽ പറയുന്നത് എന്താണെന്നറിയോ? ഭഗവാൻ കൃഷ്ണൻ ആരാണ്? പരമദിവ്യോത്തമനായിട്ടുള്ള പുരുഷനാണ് അല്ലേ? അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആരാധിക്കണം. ആധ്യാത്മിക ഭക്തിയുടെ സേവനം വഴി ആത്മാവ് എന്താ ഉണ്ടാവുക? അദ്ദേഹവുമായിട്ട് ശാശ്വതമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ പരിശുദ്ധ ഭക്തിയിൽ ജീവിക്കുക വഴി നമുക്ക് എന്താ ഉണ്ടാവുക? ആത്മീക മണ്ഡലത്തിൽ കൃഷ്ണന്റെ സമീപത്തേക്ക് മടങ്ങാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തത് വിഭൂതി യോഗമാണ്. 10-ാം അധ്യായം. ഈ ലോകത്ത് നമ്മൾ കാണുന്നതൊക്കെ ആധ്യാത്മിക ലോകമാണെങ്കിലും ശരി, ഭൗതിക ലോകമാണെങ്കിലും ശരി, ഇവിടെ കാണുന്ന ശക്തിയാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും ഉദാത്തതയാണെങ്കിലും ഒക്കെ എന്താ പ്രകാശിക്കുന്നത്? എന്താണ്? ഭഗവാന്റെ തന്നെ ദിവ്യശക്തികളാണെന്നുള്ള തിരിച്ചറിവ്. എല്ലാ കാരണങ്ങളുടെയും പരമകാരണം എന്ന് പറയുന്നത് ഭഗവാനാണ്. എല്ലാത്തിൻ്റെ ആലംബവും സാരാംശവും ഒക്കെ എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അങ്ങനെ സകല ജീവജാലങ്ങളിലും പരമമായിട്ടുള്ള ആരാധനാപാത്രം ഭഗവാനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന അധ്യായമാണ് 10-ാം അധ്യായം. അതിനുശേഷമാണ് ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ വിശ്വരൂപമാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ദിവ്യ ദർശനം കൊടുക്കുകയാണ്. തൻ്റെ വിശ്വരൂപത്തെ കാട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഭഗവാന്റെ വിശ്വരൂപം ആര് കാണുന്നത്? അർജുനൻ കാണുന്നത്. അർജുനൻ എപ്പോഴത് കാണണമെന്നറിയോ? അത് വളരെ രസകരമായിട്ടുള്ള സമയമാണ്. യുദ്ധം ആരംഭിക്കുന്ന സമയം. ആകെ പേടിച്ച് പറിച്ച യുദ്ധത്തിന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സമയം, നട്ടുച്ച നേരം. ഈ നട്ടുച്ച നേരത്ത് പൊരി വെയിലത്ത് നിന്നിട്ട്, ഒരു മരത്തിൻ്റെ തണലൊന്നുമില്ല, പൊരി വെയിലത്ത് നിന്നിട്ടാണ് ഭഗവാൻ ഈ ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്. ആ സമയത്താണ് ഭഗവാൻ വിശ്വരൂപ ദർശനം അവിടെ ചെയ്യണത്, കാട്ടിക്കൊടുക്കുകയാണ്. 12-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഭക്തി യോഗമാണ്. അവിടെയാണ് ഭഗവാന്റെ ആ പരിശുദ്ധ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ ഉത്തമമായിട്ടുള്ള മാർഗം, ഭഗവാനെ സമീപിക്കാനുള്ള മാർഗത്തെക്കുറിച്ചൊക്കെ പറയുന്നത് എവിടെയാണ്? ഈ ഭക്തിയോഗത്തിലാണ്. അടുത്തത് 13-ാമത്തെ അധ്യായം. 13-ാമത്തെ അധ്യായത്തിലാണ് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. പ്രകൃതിയും പുരുഷനും അല്ലേ? പ്രകൃതി പുരുഷ ക്ഷേത്രജ്ഞൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത്, ശരീരവും ജീവാത്മാവും അവയ്ക്ക് രണ്ടിനും മേലെയുള്ള പരമാത്മാവും തമ്മിലുള്ള ഭേദം മനസ്സിലാക്കുവാനായിട്ട് ഉള്ള ആ ഒരു മാർഗ്ഗമൊക്കെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. മുക്തി നേടേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നത് ഈ 13-ാം അധ്യായത്തിലാണ്. പിന്നെയാണ് 14-ാമത്തെ അധ്യായം ഗുണത്രയ വിഭാഗ യോഗം വരുന്നത്. അതായത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശരീരസ്ഥങ്ങളായിട്ടുള്ള ആത്മാക്കൾക്കെല്ലാം എന്താ ഉള്ളത്? ത്രിഗുണങ്ങളുണ്ട് അല്ലേ? സത്വം, രജസ്, തമസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഈ ത്രിഗുണങ്ങളെ കുറിച്ച്, ഈ ഗുണങ്ങൾ എന്താണെന്നും അവ എങ്ങനെയാണ് നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഇതിലാണ് കേട്ടോ പറയുന്നത്. ആധ്യാത്മിക പദം പ്രാപിച്ചിട്ടുള്ള ഒരാളുടെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് ഭഗവാൻ ഇവിടെയാണ് പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇനിയാണ് 15-ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗം പറയുന്നത്. ഇവിടെയാണ് പുരുഷോത്തമ യോഗത്തിൽ വൈദിക ജ്ഞാനത്തിൻ്റെ പരമലക്ഷ്യം, ഭൗതിക ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടുന്നത്, കൃഷ്ണ ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഭഗവാനിൽ ശരണം പ്രാപിക്കേണ്ട കാര്യമൊക്കെ ഇവിടെയാണ് പറയുന്നത്. അടുത്തത് 16-ാം അധ്യായത്തിലാണ് ദേവാസുര ഭാവങ്ങൾ പറയുന്നത്. ദേവാസുര സമ്പദ്വിഭാഗ യോഗം എന്നാണ് പറയുന്നത് കേട്ടോ. ധർമ്മശാസ്ത്ര നിബന്ധനകൾ അനുസരിക്കാത്ത ആളുകൾ, അസുര സ്വഭാവമുള്ള ആളുകൾ, തൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്നവർ, അവരുടെ ആ നീചഭാവങ്ങൾ അല്ലെങ്കിൽ ആ നീച ജന്മങ്ങൾ, നല്ല ദൈവിക ഗുണങ്ങളുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ധർമ്മബോധം ഒക്കെ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്വഭാവങ്ങളെ നമുക്ക് ശുദ്ധീകരിക്കാനായിട്ടും ദൈവിക ഭാവങ്ങളിലേക്ക് വരാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു അധ്യായം കൂടിയാണിത്. 17-ാം അധ്യായത്തോട് കൂടിയിട്ട് നമ്മൾ ഏറെക്കുറെ ശുദ്ധാക്കി ആയി കഴിയും. ശ്രദ്ധാത്രയ വിഭാഗ യോഗമാണ്. ശ്രദ്ധാവിഭാഗ യോഗം എന്നും പറയും. ശ്രദ്ധാവിഭാഗങ്ങളാണ് പറയുന്നത്. ത്രിഗുണങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് അവയിൽ നിന്നും ഉരുത്തിരിഞ്ഞെടുക്കുന്ന 3 തരം വിശ്വാസങ്ങളുണ്ട്. രജസ്തമോ ഗുണങ്ങളിൽ അധിഷ്ഠിതമായിട്ട് വിശ്വാസമുള്ള ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ നശ്വരങ്ങളായിട്ടുള്ള ഭൗതിക ഫലങ്ങളെ നൽകുന്നുള്ളൂ. അതേസമയത്ത് സാത്വികമായിട്ടുള്ള ധർമ്മശാസ്ത്രം അനുസരിച്ചിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കാണെങ്കിലോ ഹൃദയത്തെ ശുദ്ധീകരിക്കാനും കൃഷ്ണനിലുള്ള ഉറച്ച വിശ്വാസം ഭക്തിയെ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്ന. അപ്പോൾ അതാണ് 17-ാം അധ്യായത്തിൽ പറയുന്നത്. 18-ാം അധ്യായമാണ്
ഏതാ 18-ാം അധ്യായം മോക്ഷ സന്യാസ യോഗമാണ്. സന്യാസത്തിൻ്റെ പരിപൂർണതയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും അധ്യായങ്ങൾ പഠിക്കുന്നതോട് കൂടിയിട്ട് ശ്രദ്ധയോടു കൂടി മനസ്സിലാക്കുന്ന ഒരാൾ എത്രയോ ഉയർന്ന തലത്തിലേക്ക് എത്തി എന്നുള്ളത് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഈ സന്യാസത്തിൻ്റെ പരിപൂർണതയാണ് 18-ാം അധ്യായത്തിൽ പറയുന്നത്. മനുഷ്യൻ്റെ കർമ്മങ്ങൾ, ത്രിഗുണങ്ങളുടെ ആ ഒരു പ്രഭാവത്തിൽ പെട്ടിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം എങ്ങനെയാണ് നേടേണ്ടത്, ഭഗവത്ഗീതയുടെ മഹാത്മ്യം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്ന അധ്യായമാണ് 18-ാം അധ്യായം. ഈ 18 അധ്യായങ്ങൾ പൂർത്തിയാക്കുന്നതോട് കൂടിയിട്ട് ഒരാൾ പ്യൂരിഫൈഡ് ആയിട്ട് മാറണം. ഭഗവാനിലേക്കുള്ള ഭക്തി, ഉറച്ച വിശ്വാസം വരണം. ജീവിതത്തിൽ എന്തെന്നെ സംഭവിച്ചാലും പരമപദത്തിൽ എത്തും എന്നുള്ള വിശ്വാസത്തിൽ, മോക്ഷം കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ, ഭഗവാനിലേക്ക് എത്തുന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ, ഭഗവാൻ കൈപിടിക്കാനുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണോ, ഭഗവാനെ കാണാൻ പറ്റണോ, ഭഗവാനെ അറിയാൻ പറ്റണോ, അതിനൊക്കെ വേണ്ടിയിട്ട് വേണ്ടത് വെറും 18 അധ്യായങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് പഠിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് വൃത്തിയായിട്ട് തന്നെ പഠിക്കണം. ഭഗവത്ഗീത അഷ്ടോത്തര ശതനാമാവലി ഉണ്ട്, അത് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ രഥകൽപ്പന വരുന്നുണ്ട്, കഠോപനിഷത്തിലാണ് രഥകൽപ്പന വരുന്നത്. അപ്പോൾ രഥകൽപ്പന എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഭഗവത്ഗീത മഹാത്മ്യം പറഞ്ഞിട്ട് നമുക്ക് ഭഗവത്ഗീത ധ്യാനവും കൂടെ ഒന്ന് സ്മരിക്കാം. അതിനുശേഷം അധ്യായങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ 1-ാം അധ്യായം അർജുന വിഷാദ യോഗമാണ്. അപ്പോൾ അതിന് മുൻപ് കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പരിപൂർണമായിട്ടും എല്ലാത്തിനെക്കുറിച്ചും അറിഞ്ഞിരിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീത അധ്യായങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഇത്രയും കാര്യങ്ങളും കൂടി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇത് കേൾക്കാനും മനസ്സിലാക്കാനും ഉള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ ഗീതാ പഠനം ഇവിടെ നമ്മൾ ആരംഭിക്കുകയാണ്. ഭഗവാന്റെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃക്കാൽക്കൽ തന്നെ നമുക്കിതൊക്കെ സമർപ്പിക്കാം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.